മറ്റു വാർത്തകൾ നോക്കാം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും മോദി സർക്കാരിനുമെതിരെ വീണ്ടും വോട്ടുകൊള്ള ആരോപണവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ബിജെപിക്കും സംഘപരിവാറിനും അനുകൂലമായി വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേട് നടത്തിയെന്ന് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഇതിനായി കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവരെ ഒഴിവാക്കി. വോട്ടുകൊള്ള നടത്തുന്നവരെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ സംരക്ഷിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. വോട്ട് കൊള്ളയ്ക്ക് 101% തെളിവുണ്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. കർണാടകയിലെ അലന്ത് മണ്ഡലത്തിലും മഹാരാഷ്ട്രയിലെ രജൌരി മണ്ഡലത്തിലും വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേട് നടന്നുവെന്നാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചത്. അലന്ത് മണ്ഡലത്തിൽ കോൺഗ്രസിന് അനുകൂലമായ 6018 വോട്ടർമാരെ ഒഴിവാക്കിയെന്നും രജൌരിയിലും 6000-ലധികം വോട്ടർമാരെ ഒഴിവാക്കിയെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. വ്യാജ ലോഗിനുകൾ ഉപയോഗിച്ച് വോട്ടർമാരെ കൂട്ടത്തോടെ നീക്കിയെന്നും കർണാടകയ്ക്ക് പുറത്തുനിന്നുള്ള കോൾ സെന്ററുകൾ വഴിയാണ് വോട്ടുകൾ ഒഴിവാക്കുന്നതെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. कॉल सेंटर के प्रयोग करके, सॉफ्टवेयर के प्रयोग करके किए गए। कर्नाटक में आलंद कंस्टिट्यूएंसी है, यहां पे चोरी पकड़ ली। आलंद में 6018 वोटर्स डिलीट हुए। महाराष्ट्र रजौरा सेम आइडिया, 6850 those names there, JW from the last presentation. It's doing it in Karnataka, it's doing it in Maharashtra, it's done it in Haryana, it's done it in UP. And we have proof of all of it. വോട്ടർമാരെ നീക്കം ചെയ്യാൻ ഉപയോഗിച്ച സെൽഫോൺ നമ്പറുകൾ രാഹുൽ ഗാന്ധി പങ്കുവച്ചു. അവ കർണാടകയിൽ നിന്നുള്ളതല്ലെന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളതാണെന്നും പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട സ്ലൈഡുകൾ പിന്നിലെ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചാണ് രാഹുൽ ഗാന്ധി ഇക്കാര്യങ്ങൾ പറഞ്ഞത്. തെളിവായി കർണാടകയിലെ അലന്ത് മണ്ഡലത്തിൽ നിന്ന് സാക്ഷികളെയും രാഹുൽ ഗാന്ധി ഹാജരാക്കി. മറ്റുള്ളവരുടെ വോട്ടുകൾ ഒഴിവാക്കാൻ തങ്ങളുടെ പേരുകൾ ആരോ ഉപയോഗിച്ചുവെന്ന് ഗോദാബായി, സൂര്യകാന്ത് എന്നിവർ പറഞ്ഞു. 9 ಜನರ ಲಿಸ್ಟನ್ನು ಡಿಲೀಟ್ ಮಾಡಿದ್ದಾರೆ. ಅದು ಯಾಕಂತ ಇವರು ನನಗೆ ಬಂದು ಕೇಳಿದರು, ನಮ್ಮ ಹೆಸರು ನೀವು ಯಾಕೆ ಡಿಲೀಟ್ ಮಾಡಿದ್ರಿ ಅಂತ. ಅದಕ್ಕೆ ನಾನು ನಮ್ಮ ಸಾಹೇಬ್ರಿಗೆ ಹೇಳಿದೆ, ನಾನು ಡಿಲೀಟ್ ಯಾರಿಗೂ ಮಾಡಿಲ್ಲ, ಅಪ್ಲಿಕೇಶನ್ ಕೊಟ್ಟಿಲ್ಲ, ಆದರೂ ಡಿಲೀಟ್ ಆಗಿದೆ, ಅದು ನೋಡ್ರಿ ಅಂತ. ಹಾಗಾಗಿ ತಹಶೀಲ್ದಾರ್ಗೆ ಹೋಗಿ ಕಂಪ್ಲೇಂಟ್ ಕೊಟ್ವಿ. ಮತ್ತು ಕಮಿಷನರ್ ಇದು ನಮ್ಮ ಜಿಲ್ಲಾ ಎಲೆಕ್ಷನ್ ಒಂದು ಇದಕ್ಕೆ ಕಂಪ್ಲೇಂಟ್ ಕೊಟ್ವಿ. ಇಲೆಕ್ಷನ್ ಟೈಮ್ ಈಗ ಏನಕ ವಿಡಿಯೋ ನಾ ಅರ್ಜಿ ಹಾಕಿಲ್ಲ, ನನಗೆ ಅದಕ್ಕೆ ಸಂಬಂಧ ಇಲ್ಲ. ಅದು ಯಾರು ಹೊಟ್ಟಿ ಕಿಚ್ಚಿಗೆ ಯಾರು ಹಾಕ್ಯಾರ ಅನ್ನೋದು ನನಗೆ ಗೊತ್ತಿಲ್ಲ. ബീഹാറിൽ നടന്ന വോട്ടർ അധികാർ യാത്രയിൽ ഹൈഡ്രജൻ ബോംബ് വരാനുണ്ടെന്നും നിങ്ങൾ കാത്തിരിക്കുന്നുവെന്നും പറഞ്ഞിരുന്നു. എന്നാൽ ആ ഹൈഡ്രജൻ ബോംബ് വരുന്നേയുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം തുടങ്ങിയത്. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.